സുരഭി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിതശേഷി നാരായണീയം വായിക്കുമ്പോൾ ചില ദശകങ്ങൾക്ക് തുടർച്ച ഉണ്ടെന്ന് കേട്ട പോലെ ഒരു ഓർമ്മയുണ്ട്. ഞാൻ നാരായണീയം എല്ലാ ദിവസവും വായിക്കാറുണ്ട്. ഓരോ ദിവസവും കണക്കൊന്നുമില്ല. ആരെങ്കിലും വന്ന് ഡിസ്റ്റർബ് ചെയ്യും വരെ വായിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയതാണ് ഇതിൽ ചിലതിന് കണ്ടിന്യൂറ്റി ഉണ്ടെന്ന്. ചിലപ്പോൾ കണ്ണൻ വന്ന് എന്നോട് പറഞ്ഞതായിരിക്കാം. എവിടെയോ കേട്ട പോലെയാണ് തോന്നുന്നത്. ശരിയായി ഒന്ന് പറഞ്ഞു തരുമോ? എവിടെയോ അല്ല, ഞാൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില ദശകങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ ദശകം മാത്രം ഒരു ദിവസം വായിക്കുന്ന ഭക്തർ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. കണ്ടിന്യൂറ്റി ഉണ്ട്, അങ്ങനെ ചൊല്ലിയാൽ അത് ഉത്തമമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം പറയുന്നത് 24, 25 ദശകങ്ങളാണ്. പ്രഹ്ലാദ ചരിതം, നരസിംഹാവതാരം, ആ ഭാഗമാണ് 24, 25 ദശകങ്ങൾ. പിന്നെ 30, 31 അത് വാമനാവതാരമാണ്. മഹാബലി ദർപ്പം, അതായത് മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്ന ആ ഒരു ഭാഗമാണ് വാമനാവതാരമാണ്. 37, 38 ശ്രീകൃഷ്ണ അവതാരമാണ്. ആ ഒരു അവതാര കഥ ഒന്നിച്ചു ചൊല്ലുന്നത് നല്ലതാണ്. 34, 35 ദശകങ്ങൾ രാമായണമാണ്. അപ്പം രാമായണം കഥയും ഒരുമിച്ച് ചൊല്ലുന്നത് നല്ലതാണ്. പിന്നെ 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ രാസക്രീഡ എന്ന ഭാഗമാണ്. അതും ആ 5 ദശകങ്ങൾ ഒന്നിച്ചു ചൊല്ലുന്നതാണ് ഉത്തമം. 78, 79 ദശകങ്ങളിൽ വരുന്നത് രുക്മിണി സ്വയംവരമാണ്. അപ്പം ഈ ഒരു ഭാഗങ്ങളെല്ലാം ഒന്നിച്ചു ചൊല്ലാൻ സാധിച്ചാൽ ഉത്തമം എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. അതങ്ങനെ അല്ലാതെ ജപിച്ചു എന്ന് കരുതിയിട്ട് വലിയ തെറ്റുണ്ട് എന്നൊന്നും ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ.